ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അശ്വിനി. അപ്പൊ നമ്മളെ ഇന്ന് ഇപ്പോ ഉച്ചവറായി. നമ്മള് മധുരയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള വഴിയായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മള് കൊടൈക്കനാൽ വഴിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കൊടൈക്കനാലും കൂടി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇരിക്കണത്. അപ്പോ ഇപ്പൊ സമയം എത്രയാണ്? 1:30 ഇപ്പൊ സമയം. നമ്മളവിടുന്ന് 11:30ക്കാണ് നമ്മള് മധുരയിൽ നിന്ന് ഇറങ്ങിയത്. മധുരൈ മീനാക്ഷി കോവിൽ മാത്രമേ പോയുള്ളൂ, വേറെ എവിടെയും മധുരയിൽ പോയില്ല. അപ്പൊ അവിടെ നിന്ന് അമ്പലത്തിന്റെ ഉള്ളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മള് 11:30 റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതിനുശേഷം അതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് റൂമിൽ പോയി പാക്ക് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പം നമ്മൾ ഇപ്പോൾ കൊടൈക്കനാൽ റൂട്ടിലാണ് ഉള്ളത്. അപ്പോൾ കൊടൈക്കനാലിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് കൊടൈക്കനാലിലേക്കുള്ള വഴികളും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൊടൈക്കനാൽ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. നമ്മൾ മധുരയിൽ നിന്ന് വരുന്ന ആ യാത്രയിലെ കാഴ്ചകളുണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മലയുടെ ഏറ്റവും മുകളിലെത്തണം നമ്മൾ കൊടൈക്കനാൽ എത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തീരുമാനിച്ച് യാത്ര ചെയ്തുകൊണ്ടേ നമുക്ക് റൂമൊന്നും സെറ്റായിട്ടില്ല. നമ്മുടെ നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ട്, ഏഞ്ചൽ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ട്രിപ്പൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ റൂമുകളൊക്കെ ആൾക്കറിയാം. കഴിഞ്ഞ വട്ടം ഞങ്ങൾ കുടകിൽ പോയപ്പോൾ ആളാണ് നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. കൊടൈക്കനാലിന്റെ സ്റ്റാർട്ടിങ്ങിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മൾ ഈ പാസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റെക്കായി. അപ്പോൾ ഇവര് ഫ്രീ ആയിട്ട് നമുക്ക് പാസ് എടുത്ത് തരുന്ന പറഞ്ഞത്. ഓൺലൈൻ അല്ലേ, ഫോൺ വഴി നമുക്ക് പാസ് ഇവിടെ ഫ്രീ ആയിട്ട് എടുത്ത് തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് പോസ്റ്റാണോ? ചെക്ക് പോസ്റ്റ് എന്ന് പറയാൻ എന്തെങ്കിലും പറയാം. അതിൻ്റെ ബോർഡ്. സോറി. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളോട് പാസ് ചോദിച്ചപ്പോൾ നമ്മളത് എടുത്തു വെച്ചിട്ടില്ല. നമുക്ക് അതിൻ്റെ കാര്യം അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ, തൃശ്ശൂർ, നമ്മൾ ഈ പാസ് എടുത്തു. നമ്മുടെ മൊബൈലിൽ തന്നെ അവര് ഇതാക്കി തന്നു കേട്ടോ. അവര് സെറ്റായി. നമ്മൾ ഫ്രീ ആയിട്ടാണ് അവര് ഈ പാസ് എടുത്ത് തരുന്നത്. നമ്മൾ യാത്ര തുടങ്ങാണ്. നമ്മുടെ കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിലെ യാത്രകൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോ ഹൈ റേഞ്ചിൽ ഉള്ള ഒരു ഇതിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റുള്ള ഏറ്റവും ഹെയർ പിൻ വളവുകളായിട്ടുണ്ട്. അപ്പൊ നല്ല ഹൈറ്റിലായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. മൊയ്യോ നോക്കണം, മൊയ്യോ AC ഇട്ടുന്ന AC ഓഫ് ചെയ്യണ. ഹൈറ്റിലേക്ക് എത്തിയിട്ടാ. നമ്മൾ ആ മലയുടെ ഏകദേശം ആ മലയുടെ ഹൈറ്റിലെത്തി. നമ്മളിപ്പോ പോയി സ്ലോ ആക്കി പോയി. സ്ലോ ആക്കി വണ്ടിയുടെ ബൈക്കില്. നോക്കി ആ മലയുടെ എത്ര ഉയരത്തിലായി നമ്മളിപ്പോ. ഇപ്പൊ ഏറ്റവും ഹൈറ്റിലേക്ക് എത്തി. നേരത്തെ കാണിച്ച വാട്ടർഫോൾ ഇപ്പൊ ഞങ്ങളെക്കാളും താഴെയായി. ദൈവമേ, നമ്മള് ആ ഏറ്റവും വലിയ മലയുടെ ഹൈറ്റിലേക്ക് എത്താറായിട്ടാ. സത്യം പറയാലോ, ഈ പേടിയായിട്ട് വയ്യ. ഈ സ്ഥലം കാണുമ്പോഴേ ഭയങ്കര എന്തോ പോലെ. ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിൽ തീരെ വെളിച്ചല്ല കേട്ടാ. ഇരുട്ട് ആയ പോലെ. ഡീപ്പ് വാലി. അത്യാവശ്യം
വളവും തിരിവൊക്കെ കൊടന്നിട്ടാണ് നമ്മള് പോണത്. ചെവി അടഞ്ഞ തല ഇറങ്ങണ്ട ഞാൻ ചോദിക്കണത് ഇത്ര ഹൈറ്റ്. അയ്യോ എനിക്ക് നല്ല ഹൈറ്റ് തോന്നുന്നു. നമ്മളെ വിളിക്കാം ലാസ്റ്റത്തെ ഹൈറ്റ് അങ്ങനെ പോയില്ല. വയനാടിനേക്കാൾ ഹൈറ്റ് ഉണ്ടാവില്ല ഇത്. കൊടൈക്കനാലിലേക്ക് ഇനി 37 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇനിയും കയറ്റം കയറാൻ പോവാണേ. നല്ല ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ട് നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പൊ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങി. ഇത് താഴത്തുനിന്ന് വരുന്ന വണ്ടികള് വന്നു തുടങ്ങി. സത്യം പറഞ്ഞാലേ തല കറങ്ങണ പോലെ തോന്നുന്നു കേട്ടാ. ഇപ്പഴല്ല കേട്ടാ, നമ്മള് തീരെ എനിക്ക് തോന്നുന്നു തീരെ സേഫ്റ്റി ഇല്ലാത്ത പോലെ തോന്നുക അല്ലേ. ആ ഈ സംഭവം എന്തത്? അതെ അതെ, അതിനാണ് അത് ഇടിച്ചാ തിരിച്ച് തിരിയാൻ വേണ്ടിട്ടാണെന്നൊക്കെ പറയാം. അതല്ല ഇതല്ല നമ്മള് ആദ്യം നേരത്തെ വന്നതേ. നമ്മളിപ്പോ ഏറ്റവും ഹൈറ്റിലെത്തിട്ടാ. ഇനി ഇതിന്റെ മേലേക്ക് ഇനി മല ഇല്ല, കഴിഞ്ഞു. ഏറ്റവും ഹൈറ്റിലെത്തി. ഇതിനപ്പുറത്തൊന്നും വേറെ മലയില്ല. ഏറ്റവും ഹൈറ്റില് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു KSRTC അല്ലേ ഒരു ബസ്. സോറി ഇവിടെ KSRTC അല്ലല്ലോ. അയ്യോ ഒരു ബസ് ഉണ്ട്. അപ്പൊ അത് പതുക്കെ വരുന്നത്. ഇവിടെ സ്പീഡ് ലിമിറ്റ് 30 ആണ്. പക്ഷെ അത് ഭയങ്കര പതുക്കെ വരുന്നത്. അപ്പൊ അതിനെ നമ്മളിപ്പോ ഒന്ന് ഓവർടേക്ക് ചെയ്തു. സാധാരണ ഓവർടേക്കിങ് പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ വളവും തിരുവല്ലാത്ത സ്ഥലമായ കാരണം നമ്മൾ അതിന് ഓവർടേക്ക് ചെയ്ത് വന്നു. തണുപ്പ് നന്നായി വന്നു തുടങ്ങിയിട്ടാ, നല്ല തണുപ്പായി. പിന്നെ ഒരു കാര്യം, ഇവിടെ നല്ല ഇടി വെട്ടിപ്പോ 3 മണിക്ക്. ഇപ്പൊ ഞങ്ങളിവിടെ ടൈം 2:30 3 മണിക്ക് മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി കൊടൈക്കനാലെന്ത് 1 മണിക്കൂർ കൂടി ഉണ്ട് അല്ലേ. 40 മിനിറ്റ് 40 കിലോമീറ്റർ. എത്ര മിനിറ്റ് കൊടൈക്കനാലുള്ളോ? അല്ല ഉള്ളൂന്നോ 40 കിലോമീറ്റർ. നല്ലൊരു കയറ്റത്തേക്ക് കയറിക്കൊണ്ടിരിക്കണത്. പെട്ടെന്നൊരു ഇടി വെട്ടിട്ടാ. അപ്പോഴാണ് പറയണത് ഇതില് കുട്ടട്ടൻ താഴത്തുനിന്ന് വരുമ്പോ കണ്ടുണ്ടായിരുന്നു മഴ ഇതില് 3 മണിക്ക് ഉണ്ടെന്ന് കാണിച്ചു. അപ്പൊ മഴയൊക്കെ പെയ്താലാണ് ബുദ്ധിമുട്ട്. ഈ കാടും മേടും ഇതിന്റെ ഉള്ളിൽ കൂടെ മഴയും കൂടി ആയ നല്ല രസമുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാ. എടാ മോനെ ഏറ്റവും മേലേക്ക് എത്തിയടാ നമ്മള്. ഏറ്റവും മേലേക്ക് എത്തി. പന്നൈക്കാട്. എനിക്ക് ഈ ലോറികളൊക്കെ വരുന്ന കാണുമ്പോ പേടിയോട് ഗൈസ്. സത്യം പറഞ്ഞാലേ നല്ല പേടിയുണ്ട്. നമ്മൾ വീണ്ടും ഏറ്റവും മുകളിലേക്ക് എത്തിയെന്നാ വിചാരിച്ചത്. വരെ എത്തിയിട്ടില്ല ഏറ്റവും മുകളിലേക്ക്. ഇപ്പൊ ഏകദേശം 5000 അടി ഉയരത്തിലാണ് നമ്മൾ ഉള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ 5000 അടി ഉയരം. ഇനിയും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എത്ര ഉയരം ഉണ്ടാണാവോ. ചെറുതായിട്ട് മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ മഴ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. കൊട്ടൊക്കെ വരുന്നത് നമ്മൾ സിനിമയിൽ മാത്രമായിട്ട് ഈ മരിച്ച ആൾക്കാരുടെ അവിടെ ഈ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മരിച്ച ആൾക്കാരുടെ അവിടെ ഈ ബാൻഡ് സെറ്റ് പോലെയൊക്കെ കൊട്ടണത്. അപ്പോൾ അതാണ് അവിടെ കണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഏതോ ഒരു ജംഗ്ഷനാണ്. ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. എനിക്ക് അവിടെ തമിഴാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് വായിക്കാനൊന്നും പറ്റണില്ല. ഈ ജംഗ്ഷൻ കഴിഞ്ഞപ്പോഴേ പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വണ്ടിയും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അകത്ത് നോക്കണമൊന്നുമില്ല. എങ്ങനെയുണ്ട് മല കയറ്റം? ചെവി അടഞ്ഞത് ശരിയായ? എല്ലാവരും
ചെവി അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം ശരിയായി. ചെറുതായിട്ട് മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു കാട് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടി പോണത്. കാട് പോലത്തെ സ്ഥലമല്ല, കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. നമ്മളൊരു ഒത്തിരി സൈഡ് കൂടുതലായിട്ട് കൂട്ടാണ് പോണത്. അതെ, ഈ ഒരു ഫ്രണ്ടിലൊരു പിക്കപ്പ് കൊണ്ടാവും. കുറേ നേരമായിട്ട് ഈ പിക്കപ്പ് ഉള്ള കാരണം നമുക്ക് പിന്നെ ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല. കണ്ടോ, വേറെ വണ്ടികളാണെങ്കിൽ ഇങ്ങനെ ഹോണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയവറ്റുകളിന് ഓവർടേക്ക്, ഒന്നാമത് ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല നമുക്കിവിടെ. ആ പിക്കപ്പിനെ വല്ല വണ്ടി ഓപ്പോസിറ്റ് നിന്ന് വന്നാലേ പോയി കാര്യം. കണ്ടോ, എല്ലാവരും ഹോണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പിക്കപ്പോടെ ഫ്രണ്ടിൽ വന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായത്. മഴ ഇവിടെയൊക്കെ മഴ ചാറി തോന്നുന്നു. നമുക്ക് മഴ കിട്ടിയിട്ടില്ല, ചെറുതായിട്ടൊരു തൂളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മളെ ഏറ്റവും മേലെ വ്യൂ കാണാല. നല്ല തണുപ്പ് അല്ലേ? തണുപ്പ് നമ്മൾ പേസിട്ട ഒരു ഫീൽ വന്നു. ഫുള്ളക്കാട്. ഞാൻ ഈ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ 5 ലിറ്ററിന് താഴെയുള്ള കുപ്പികളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടില്ല കേട്ടോ. മഴ ചാറി തുടങ്ങിട്ടോ, നല്ല മഴയായി തുടങ്ങിയിട്ട്. ഇവിടെ സൈഡിലൊക്കെ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ചക്കയൊക്കെ കഴിച്ചിട്ട് കാണാറുണ്ട്. ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ ആരെങ്കിലൊക്കെ വണ്ടി നിർത്തിട്ട് ചക്കയൊക്കെ മേടിക്കുമോ. അവിടുന്ന് വരണം അല്ലേ? എങ്ങനെ പോകുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടാവുക? കണ്ടോ ചക്ക വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഫ്രൂട്ട്സ്, വീണ്ടും കയറ്റത്തേക്ക് എത്തി. കാണും അറിയില്ല, ആകാശത്തൊക്കെ ഉള്ളത്. ഓടെ ഇറങ്ങി തുടങ്ങിട്ടാ മഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അതിന് മുമ്പുള്ള വർഷം കിട്ടില്ല. ഒരു സൈഡില് താഴ്ചയും ഒരു സൈഡില് പാറ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ റോഡ് ഉണ്ടാക്കണ സമ്മതിക്കണം. എന്റെ കൈ ഷെയ്ക്കായിരുന്നു. മറ്റേ പോയി ഫോട്ടോ ആന വരില്ല. ആന കണ്ട അതെ, എന്നാ ആനയായിട്ട് സൂക്ഷിക്കുക എന്നാവും. ഇവിടെ നിന്ന് അങ്ങടെ യൂക്കാലിപ്സ് ആണ് കേട്ടോ നിറച്ച്. യൂക്കാലിപ്സ് തന്നെ ഇല്ലേ അത്? ആ, യൂക്കാലിപ്സാ. നമ്മള് നേരിട്ട് കാണുമ്പോഴുള്ള വ്യൂ സത്യം പറഞ്ഞതിൽ ഇല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ കൈ ഷെയ്ക്ക് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാനും അതിൻ്റെ ഒരു ഇല്ല. എത്തിയപ്പോ കുറച്ച് വെളിച്ചം വന്നു കേട്ടോ. എത്ര നേരം ഇതൊക്കെ മഞ്ഞ് അറിയില്ല.
കൊടൈക്കനാല് എത്തിട്ടോ. അവിടെ വീടുകൾ നോക്കി നോക്കിയേ, കൊടൈക്കനാൽ പശു അയ്യോ വീടുകൾ കാണുമ്പോ നോക്കി കടക്കടക്കടക്കായിട്ട് വെച്ച പോലെ ഉണ്ട് അല്ലേ. ഇവിടെ രണ്ടാൾക്കാര് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടാ. മൗര്യൻ കിഷന്റെ പിന്നെ തല ഇവിടെ എവിടെയോ ഉണ്ട്, അവൻ മൊത്തത്തിൽ മൂടി പൊതച്ചിട്ടൊക്കെ എടുക്കും. നമ്മള് നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് റൂം അയച്ചെന്നുണ്ട്. റൂമിന്റെ അത് നമ്മള് പോയി നോക്കിയിട്ട് വേണം ചെക്ക് ചെയ്യാന്. എന്നിട്ട് വേണം അവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കട്ടാ. റൂം നോക്കാൻ വേണ്ടി പോവുകയാണേ. കൊറേ സാധാ ഉള്ളതിനേക്കാളും കൂടുതൽ ദൂരത്തേക്കാണ് നമ്മൾ മീൻസ് ഹൈറ്റിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മള് നല്ല ഹൈറ്റിലാണ് ഉള്ളത്. എത്ര പോലെ ഹൈറ്റിലേക്ക് പോണതൊക്കെ റൂമിന്റെ അവിടേക്ക്. ഹൈറ്റ് ടു മച്ച് ഹൈറ്റ്. എത്രയായി? നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. ഇല്ല നല്ല തണുപ്പ് കേട്ടാ. എല്ലാം എത്തിയിട്ടില്ല. രാമമൂർത്തി മുറിയില. ഓ നല്ല തണുപ്പ്, നല്ല വ്യൂ കേട്ടാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് പോയ സ്ഥലം റൈറ്റ് ട്ടാ. ഭഗവാനെ റൈറ്റ്. അയ്യോ കോട. ഇവിടെ കോട ഇറങ്ങിട്ടോ. നല്ല വ്യൂ. നമ്മള് പോണത് നല്ല ഹൈറ്റ് സ്ഥലം ഉണ്ടായിക്കോട്ടെ. സ്ഥലം എടുത്തി നോക്ക്. ഇതുമ്പോ കേറണ്ടെങ്കിൽ പേടിയാ. വേണ്ട ആ ബിൽഡിംഗ് കേറതിന്റെ നമ്മൾ റൂം എത്തി. ബിൽഡിങ്ങിലൊക്കെ പിന്നെ ഞാൻ കേറിക്കോളാം. ഇതൊന്നും ആൾവാസമില്ലാത്ത സ്ഥലം. ഇപ്പോ അവിടെ ഒരു കേറ്റം ഇതാ പറഞ്ഞ് ഫ്രണ്ടില് ഞാൻ കണ്ടു. ഇതൊന്നും ഈ ലോകം അവസാനിച്ചു തോന്നുന്നതോട് കൂടിട്ടാ. എന്നാ ആ റൂമാവും ഇവിടെ. നമ്മള് റൂമിന്റെ അടുത്തെത്തി. ഇതേട്ടാ കോട. ഓ എന്ത് രസല്ലേ. എന്നും പാട്ടൊക്കെ കേൾക്കാണ്ട്. നമ്മളിപ്പോ ഏറ്റവും മുകളിലാണേ. അയ്യോ ഞാൻ വീഴോ. രണ്ട് വട്ടമാരെ വെറുതെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ താമസിക്കുന്ന നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു തന്ന റൂം. അടിപൊളി റൂമാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയാകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കൊടൈക്കനാൽ ലേക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. പിന്നെ ബാക്കി വീഡിയോസൊക്കെ അടുത്ത പാർട്ടായിട്ട് ഞാൻ